ഒരു ബൈക്ക് മേടിക്കണം, ആ ബൈക്കിൽ കുറേ യാത്ര പോകണം, ഇതൊക്കെയായിരുന്നു എൻ്റെ സ്വപ്നം. ഇത് എത്രമാത്രം നടക്കും എന്നെനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അതിനുവേണ്ടി കുറേ ശ്രമിച്ചു. വെൽക്കം ടു ലൈഫ് ഓഫ് അനന്തു. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് എൻ്റെ പുതിയ ബൈക്ക്, ഹോണ്ട NX200. ബൈക്ക് മേടിക്കണമെന്ന് ആഗ്രഹമായിട്ട് കുറേ നടന്നതാണ്. ബൈക്ക് മേടിച്ചിട്ട് നമുക്ക് യാത്ര പോകണം, കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹം കൂടാണ്. അപ്പോൾ അതുപോലെ തന്നെ വണ്ടി എടുത്തിട്ട് നമ്മൾ മൂന്നാമത്തെ ദിവസം നമ്മൾ ഒരു യാത്ര പോവുകയാണ്. അതും നമ്മൾ പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. നമ്മൾ പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് റെഡിയായിട്ട് പോകാൻ നിൽക്കുകയാണ്. നമുക്ക് ഇരവികുളത്തേക്ക് പോകാം. അപ്പോൾ കൂടുതലൊരു ചേട്ടനെ വിളിച്ച് ചോദിച്ചു, ചേട്ടൻ എൻ്റെ കൂടെ ഒരു അടുത്തൊരു സ്ഥലം വരെ വരാമോ? അത് ചോദിച്ചത് ഈ പോകുന്ന ദിവസം രാവിലെ 7 മണിയായപ്പോൾ വിളിച്ച് ചോദിച്ചത്, ചേട്ടൻ ഇവിടെ അടുത്ത് വരെ എൻ്റെ കൂടെ സ്ഥലം വരെ വരാമോ എന്ന് ചോദിച്ചു. എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഇടുക്കി, മൂന്നാർ, ഇരവികുളം വരെ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഞാൻ പറയാം, ഒരേ വൈബായതുകൊണ്ട് പുള്ളി പറഞ്ഞു പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 8:30 ആയപ്പോഴത്തേനും തിരിച്ചു. രാവിലെ അമ്മയെ ജോലിക്ക് കൊണ്ടുവിട്ട് അവിടെ നിന്ന് നേരെ ചേട്ടനെ വന്ന് പിക്ക് ചെയ്ത് നമ്മളൊരു 8:30-8:45 ആയപ്പോഴത്തേനും തിരിച്ചു. ചെങ്ങന്നൂർ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് 650 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടാണ് നമ്മൾ തിരിച്ചത്. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ചേട്ടാ നമുക്കൊരു 10 പൈസ പോലും പുറത്ത് ചിലവാക്കരുത് പെട്രോൾ അല്ലാതെ. അതുകൊണ്ട് നമ്മൾ വീട്ടിലുള്ള ഫുഡും എല്ലാം വാരിപ്പറ്റി ഇറക്കി ഞങ്ങൾ വരുന്ന വഴി ഉച്ചയായി. അപ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ടു, തണലും കാറ്റും വ്യൂ ഒക്കെയുള്ള ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെ കൊണ്ടുവന്ന പൊതിച്ചോറുണ്ട്, ചോറും മുട്ട വറുത്തതും ചമ്മന്തിയും മീൻകറിയും ഒക്കെ ആയിട്ട് നല്ലൊരു ഉഷാറ് പൊതിച്ചോറുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് എടുത്തിട്ട് അവിടെ നിന്ന് കഴിച്ചു. വ്യൂ എല്ലാം കണ്ടു, നല്ലൊരു വ്യൂ ആയിരുന്നു. അതിനുശേഷം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെയും അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഡാമും വ്യൂ പോയിൻറ്റും കാടും എല്ലാം കണ്ട് ഇങ്ങനെ ഇരവികുളത്തേക്കുള്ള യാത്ര ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് ശീലമില്ല, അറിയത്തുമില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളുണ്ട്, എല്ലാവരും അത് ക്ഷമിക്കുക. കുറേ പേരുണ്ട് ചോദിച്ചിട്ടുണ്ട് വൈ ഐ ഓൾവേസ് ചൂസ് മൗണ്ടൻസ് എന്ന്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു വലിയ മൗണ്ടൻ പേഴ്സണാണ്. മൗണ്ടൻസൊക്കെ കാണാനും ട്രക്ക് ചെയ്യാനും പോകാനും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഏരിയയിലോട്ട് ചെല്ലുക, അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഒരു ബൈക്ക് എടുത്തിട്ട് വേണം, കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, കുറച്ച് സ്ഥലങ്ങളുണ്ട്, കുറച്ച് മൗണ്ടൻ റീജിയൻസൊക്കെ ഉണ്ട്. ദൂരെ എങ്ങുമല്ല, നമ്മുടെ അടുത്തൊക്കെ തന്നെയുള്ള കുറച്ച് റീജിയൻസൊക്കെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹം.